നിങ്ങൾ ആരും ഇനി എന്നെ അച്ഛാന്ന് വിളിക്കണ്ട. എനിക്കതിനുള്ള യോഗ്യതയില്ല. മക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ദ്രോഹിയാണ് ഞാൻ. ഇനിയും ഞാനിവിടെ ഉണ്ടായാൽ ഇന്ന് നടന്നതുപോലെയുള്ള പല ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാവും. അത് പാടില്ല. ഞാനിവിടെ ഉണ്ടായാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ പോയേക്കാം. എവിടെ പോവാ? ഏതെങ്കിലും കാണാൻ പറയത്തേക്ക് പൊക്കോളാം ഞാൻ. അച്ഛനിങ്ങ് വന്നേ. അമ്മയാ. അച്ഛന്റെ ഈ അവസ്ഥയ്ക്കും കാരണക്കാരി അമ്മ തന്നെയാ. ഞങ്ങളുടെ ദേഷ്യം മുഴുവൻ ആ സ്ത്രീയോട് മാത്രമേ ഉള്ളൂ, അച്ഛനോടില്ല. അച്ഛനോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം. മുതലാളിയുടെ സ്വഭാവം അറിയാല്ല. തീരുമാനം എടുക്കുന്നതും നടപ്പാക്കുന്നതും വളരെ പെട്ടെന്നായിരിക്കും. നാളെ തന്നെ കല്യാണ നിശ്ചയം നടത്തണമെന്നാണ് തീരുമാനം. അതുകൊണ്ടാണ് എന്നെ ഈ രാത്രിയിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മണിയേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നാളെ പാർവതി മോളുടെ വിവാഹത്തിന്റെ വാക്കുറപ്പിക്കലാണെന്ന്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ പറ്റാത്തത്? നാളെ വാക്കുറപ്പിക്കാന്ന് അമ്മാവൻ ശരിക്കും പറഞ്ഞു. പിന്നെന്താ, ഞാൻ വല്ല സ്വപ്നം കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ ഗിരി? ഇതിപ്പോ അമ്മാവൻ സമ്മതിച്ചെന്നാണോ? യവനോട് ഞാൻ എന്താ പറയേണ്ടത്? ഗിരിയേട്ടാ, അമ്മാവൻ സമ്മതിച്ചു തന്നെയല്ലേ മണിയേട്ടൻ പറയുന്നതിന്റെ അർത്ഥം? പിന്നെന്താ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. നടക്കുമെന്ന് വിചാരിച്ചല്ലോ. അതെന്താ അങ്ങനെ ഒരു ചിന്ത? നാണക്കട ഉണ്ടായെന്ന് കരുതി പാർവതി മോളുടെ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചോ? എന്നെപ്പോലെ ഒരാള്. ഗിരി ഓരോന്ന് ചിന്തിച്ച് കാട് കയറണ്ട. നാണക്കേടല്ല നാളത്തെ നിശ്ചയത്തോടു കൂടി മാറും. മാറ്റും. അപ്പോ നാളെ തന്നെ നിശ്ചയം നടത്താനോ? അതെന്താ, നാളെ നിശ്ചയം നടത്തിയ വല്ല കുഴപ്പമുണ്ടോ? അല്ല, അതല്ല. ഗിരി ഓരോന്ന് ചിന്തിച്ച് കാട് കയറണ്ട. നാണക്കേടല്ല നാളത്തെ നിശ്ചയത്തോടു കൂടി മാറും. മാറ്റും. അപ്പോ നാളെ തന്നെ നിശ്ചയം നടത്താനോ? അതെന്താ, നാളെ നിശ്ചയം നടത്തിയ വല്ല കുഴപ്പമുണ്ടോ? അല്ല, അതല്ല. നിശ്ചയത്തിന് പെണ്ണു വീട്ടിലെല്ലാം ഒരുങ്ങേണ്ടത്. അവിടെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒരുക്കം തുടങ്ങിയോ? പത്മനാഭ മുതലാളിക്ക് ഇതിനൊക്കെ എത്ര സമയം വേണം? മുതലാളി ഒന്ന് മനസ്സ് വിചാരിച്ചാൽ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് എല്ലാം തയ്യാറല്ലേ? അതെ, നാളെ രാവിലെയാണ് ചടങ്ങ്. രാവിലെ നേരത്തെ വരണം കേട്ടോ. ഒരു 7 മണിക്ക് തന്നെ എത്തിക്കോ. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ വിളിച്ചറിയിക്കാം. ഞാൻ വരാന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? അല്ല, നാളെ ഇവിടെ. അല്ല, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. ഞാൻ വിളിക്കാം. എന്തായടോ, എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി മുതലാളി. ഇത് വാങ്ങി അകത്ത് വെക്ക. എന്തിനാ ഇപ്പോ ഈ പുത്തൻ തുണികളൊക്കെ? അമ്മയ്ക്കും മകൾക്കും നാളത്തെ ചടങ്ങിന് ഉടുക്കാറുള്ളതാ. പിന്നെ ചൂടാനുള്ള പൂവ്
മണി നാളെ കൊണ്ടുവരും. അല്ല, നാളെ ഇവിടെ എന്ത് ചടങ്ങാ നടക്കുന്നത്? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അമ്മാവൻ തീരുമാനിച്ചതുപോലെ തന്നെ ചടങ്ങ് നടക്കട്ടെ ഏട്ടാ. നമ്മളായിട്ട് ഇതിപ്പോ വേണ്ടാന്ന് പറയുമ്പോ അമ്മാവന് ചിലപ്പോ അനിഷ്ടം തോന്നിയാലോ. അവിടെ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞെന്നല്ലേ മണിയേട്ടൻ പറഞ്ഞത്. ഇനി അത് മാറ്റിവെച്ച അമ്മാവന് ക്ഷീണമാവില്ലേ? അത് മാത്രമല്ല, ഏട്ടനും പാർശ്വച്ചും കൂടെയുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം രത്നിജിക്കും ഉണ്ടാവും. രത്നിജിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അമ്മാവൻ നമ്മളെ അംഗീകരിക്കുന്നതിന് തെളിവല്ലേ ഇത്? അമ്മാവൻ നമ്മളെ അംഗീകരിച്ച പിന്നെ ആരാ നമ്മളെ അംഗീകരിക്കാത്തത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ രത്നേച്ചിക്ക് നല്ല ആലോചനകൾ വരും. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. കൂടുതലൊന്നും ആലോചിക്കണ്ട. നാളെ നമ്മൾ നിശ്ചയത്തിന് പോകുന്നു. അല്ല, നിശ്ചയത്തിന്റെ കാര്യം സാധാരണഗതിക്ക് അമ്മാവനും അപ്പച്ചിയും അല്ലേ പറയേണ്ടത്. അവരാരും ഫോണിൽ കൂടെ പോലും വിളിച്ചു പറഞ്ഞില്ലല്ലോ. മണി പപ്പന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ. അവനെ അവിടുത്തെ ഒരു അംഗത്തെ പോലെയല്ലേ പപ്പൻ കാണുന്നത്. അതുകൊണ്ടാവും നിശ്ചയം പറയാനായി മണിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഏതായാലും നിങ്ങളെല്ലാവരും കൂടി നിശ്ചയത്തിന് പോയാൽ മതി. ഞാൻ വരുന്നില്ല. ഞാൻ വന്നിട്ട് ഇനി നിന്റെ നിശ്ചയം കൂടി തടസ്സപ്പെടണ്ട. ഞാൻ വന്നില്ലെങ്കിലും എന്റെ അനുഗ്രഹം നിനക്കുണ്ടാവും.